ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ വേഗത്തിൽ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചിക്കനും മട്ടനും മീനൊന്നും നമുക്ക് ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റോടെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതുമല്ല നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ കിട്ടുന്ന ഒരു റേഷൻ അരിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ റൈസും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റൈസിലെല്ലാ കാര്യം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു മസാല കൂട്ടിലാണ് കേട്ടോ കാര്യം. അപ്പോൾ ഇത് ബസുമതി റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ കുതിർത്തെടുക്കുമ്പോഴാണ് ആ ഒരു ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുതിരാൻ വെക്കാം. ഒരു 10-15 മിനിറ്റോളം മതി. അതിന് ശേഷം നമുക്ക് കഴുകി അങ്ങ് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് കുറച്ച് കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പും ചൂടുവെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോളിഫ്ലവറാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ചോറിൻ്റെ മണവും രുചിയും എന്നൊക്കെ പറയുന്ന ഈ ഒരു കോളിഫ്ലവറാണ്. അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യമേ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ ഏലക്ക, ഗ്രാമ്പു, പട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അടുത്തോളം സാജീരകം ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിതിലേക്ക് 1.5 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ്. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിയിലേക്ക് മസാല ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവർ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടെ മസാല ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബിരിയാണി മസാല ഓരോരുത്തരുടെ രീതിയിൽ ഓരോരോ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബിരിയാണി മസാല ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ആ ഒരു കോളിഫ്ലവറിലൊക്കെ ആ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സാധാ പച്ചവെള്ളമാണ്. നേരത്തെ നമ്മൾ അരിയൊക്കെ കുതിരാൻ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് 2.5 ഗ്ലാസ് മതി. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ വരുത്തിയിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ 2 വിസിൽ വന്ന പാടന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്ക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഒരു റൈസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങളെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല. അല്ലാതെ തന്നെ ആ ഒരു ബിരിയാണി മസാലയും സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റൈസിന്. സിമ്പിളായിട്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മളെ വീട്ടിലുള്ള വലിയവർക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്